ജയിൽ പുള്ളികളുടെ കൂലി 10 മടങ്ങ് കൂട്ടി സർക്കാർ. സ്കിൽഡ് ജോലിക്ക് 620 രൂപ. സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്ന തടവു പുള്ളികളുടെ കൂലി കുത്തനെ കൂട്ടി സർക്കാർ. പ്രതിദിന വേതനത്തിൽ 10 മടങ്ങ് വരെയാണ് വർധനവ് വരുത്തിയത്. സ്കിൽഡ് ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് 620 രൂപയായിരിക്കും പുതുക്കിയ വേതനം. സെമി സ്കിൽഡ് ജോലികളിൽ 560 രൂപയും അൺസ്കിൽഡ് ജോലികളിൽ 530 രൂപയുമാണ് പരിഷ്കരിച്ച തുക. മുൻപ് അൺസ്കിൽഡ് ജോലികൾ ചെയ്യുന്നവർക്ക് 63 രൂപയായിരുന്നു കൂലി. ഇത് 530 രൂപയായി ഉയർത്തിയത്. 127 രൂപ വേതനമുള്ളത് 560ഉം 152 രൂപയുള്ളത് 620 രൂപയുമായാണ് ഉയർത്തിയത്. ശിക്ഷാ തടവുകാർക്കാണ് കൂലിയുള്ള ജോലിയുള്ളത്. 4 സെൻട്രൽ ജയിലുകളിലെ തടവുകാർക്ക് ആനുകൂല്യം ലഭിക്കും. പരിഷ്കാരത്തിലൂടെ 3000-ലധികം ജയിൽ പുള്ളികൾക്കാണ് വേതനം കൂടുക. 2018-ലാണ് തടവു പുള്ളികളുടെ വേതനം അവസാനമായി കൂട്ടിയത്. ഇത്രയും വലിയ തുക കൂട്ടിയത് ഇതാദ്യമാണ്. ജയിലിലെ അന്തേവാസികളെ സ്വയം പര്യാപ്തമാക്കി സമൂഹത്തിലേക്ക് മടക്കി നൽകുക എന്ന ജയിൽ വകുപ്പിന്റെ ദൗത്യം മുൻനിർത്തി സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലാക്കി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും വേതനഘടന ഏകീകരിച്ചാണ് വേതനം പരിഷ്കരിച്ചിട്ടുള്ളതെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. രാജ്യത്തെ ജയിലുകളിൽ പൊതുവെ സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ് എന്നിങ്ങനെ 3 തരത്തിലുള്ള വേതന ഘടനകളാണ് പ്രാബല്യത്തിലുള്ളത്. കർണാടക, ജാർഖണ്ഡ്, തമിഴ്നാട്, ഡൽഹി എന്നിങ്ങനെ മറ്റ് പല സംസ്ഥാനങ്ങളിലെ വേതനവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ജയിൽ അന്തേവാസികൾക്ക് നൽകി വരുന്ന വേതനം വളരെ കുറവാണെന്നാണ് ആഭ്യന്തര വകുപ്പ് പുറത്തുവിട്ട ഉത്തരവിൽ പറയുന്നത്. ജയിൽ അന്തേവാസികളുടെ വേതന വർധനവ് കേവലം സാമ്പത്തിക വിഷയം മാത്രമല്ലെന്നും അവരുടെ അന്തസ്സും പുനരധിവാസവും ഉറപ്പാക്കുന്ന നിർണായക നടപടി കൂടിയാണെന്നും ഉത്തരവിൽ പറയുന്നു. വിവിധ ഉൽപാദന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അന്തേവാസികൾ നടത്തുന്ന കഠിനാധ്വാനത്തിന് കാലാനുസൃതമായ മൂല്യം നൽകേണ്ടത് അനിവാര്യമാണെന്നും ജയിൽ ചട്ടങ്ങൾ പ്രകാരം ജയിൽ അന്തേവാസികൾക്ക് ലഭിക്കുന്ന വേതനം കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കും ജയിലിലെ ക്യാന്റീൻ ആവശ്യങ്ങൾക്കും മോചന വിഹിതമായും വിനിയോഗിക്കേണ്ടതാണെന്നും ഉത്തരവിൽ പറയുന്നു. കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനും അധ്വാനത്തിന് മൂല്യമുണ്ടെന്ന ബോധം വളർത്തുന്നതിനും മോചനാനന്തരമുള്ള സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുന്നതിലൂടെ വീണ്ടും കുറ്റകൃത്യത്തിലേക്ക് വഴുതിപ്പോകാതെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മടങ്ങി വരുന്നതിന് ജയിൽ അന്തേവാസികൾക്ക് സഹായിക്കുമെന്നാണ് വേതന പരിഷ്കരണത്തെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് പറയുന്നത്.